നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജർമ്മൻ ക്ലബായ ഷാൽക്കെതിരെ കിടലൻ വിജയത്തോടുകൂടി റയൽ മാഡ്രിഡ് തങ്ങളുടെ പ്രീ സീസൺ അവസാനിപ്പിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഷാൽക്കയെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. റയലിന് വേണ്ടി എംബാപ്പയും ഡീൻ ഹൂയിസനും കാർലോസ് എസ്പിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മികച്ച പ്രകടനമാണ് കരേഴ്സും അതുപോലെ ആർദ ഗ്യൂളറും അടങ്ങുന്ന അവരുടെ നിര നടത്തിയത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എംബാപ്പയും വിനി ജൂനിയറും ഗ്യൂളറും ബ്രാഹിമും ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നു. മധ്യനിരയിൽ വാൽവർദയും ബെർണാഡോ സിൽവയുമാണ് ഉണ്ടായിരുന്നത്. മികച്ച പെർഫോമൻസ് ആണ് റയൽ മാഡ്രിഡിൻ്റെ നിര കാഴ്ചവെച്ചത്. കളിയുടെ 6-ാമത്തെ മിനിറ്റിൽ തന്നെ കിലിൻ എംബാപ്പയിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. 20-ാമത്തെ മിനിറ്റിൽ ഡീൻ ഹ്യൂയിസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളുകളുടെ ലീഡുമായിട്ടാണ് അവർ കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ 57-ാമത്തെ മിനിറ്റിൽ കാർലോസ് എസ്പിയുടെ ഗോൾ കൂടി വന്നതോടുകൂടി ഗോൾ പട്ടിക പൂർത്തിയാവുകയായിരുന്നു. ഇതോടുകൂടി റയലിൻ്റെ ഫ്രണ്ട്ലി മത്സരങ്ങൾ, പ്രീ സീസൺ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നോക്കുക, എല്ലാ മത്സരങ്ങളിലും മോശമല്ലാത്ത പ്രകടനം അവർ നടത്തിയിട്ടുണ്ട്. ലെഗാനസിനെതിരെ 4-1 വിജയം, ഫെറന്റീനയ്ക്കെതിരെ 1-1 സമനില, ഫെറങ്കവറോസിനെ 2-1 പരാജയപ്പെടുത്തി, ഡിപ്പോർട്ടിവോ ലാ കറൂണയ്ക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ വിജയം നേടി. ഇതാ ഷാൽക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയവും നേടിയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ പെർഫോമൻസ് തന്നെയാണ് റയൽ മാഡ്രിഡ് താരങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇനി ബാക്കി ലലീഗയിൽ അവരിൽ നിന്ന് വീണ്ടും പ്രകടനം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.